morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. അപ്പോൾ നമ്മള് എന്താണ് നമ്മുടെ ഓവർവ്യൂ അല്ലെ, അതിന്റെ ആ ഒരു PDF-ന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? അതായത് കുറച്ച് കവർ ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. അപ്പോ ഇങ്ങനെ നിങ്ങൾ വായിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇനി പുതിയതായിട്ട് എടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇൻസിഡൻസ് അല്ലെ, അത് തുടങ്ങിയല്ലേ എടുക്കേണ്ടത്. നമ്മള് കണ്ടായിരുന്നു എന്താണ് നമ്മുടെ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അത് എങ്ങനെയാണ്, അതിന്റെ കുറച്ച് ഫോർമുലാസ് ഒക്കെ പറഞ്ഞു. അതേമാതിരി തന്നെ അത് ഇംപ്രൂവ് അല്ലെ, അത് കൂടുതൽ കൂടിക്കൊണ്ടുവരാനുള്ള സാധ്യത, കുറയുന്നതിനുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നെക്സ്റ്റ് ഉള്ളത് എന്താണ്, ഇൻസിഡൻസ്. ഇൻസിഡൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സംഭവങ്ങൾ അല്ലെ. സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. എന്താണ് ഇൻസിഡൻസ്? നമ്മൾ ആക്സിഡന്റ് പറ്റിയ ഇൻസിഡൻസ് വലിയ സംഭവമല്ല ഉദ്ദേശിച്ചത്. ഡിസീസസുമായി, രോഗവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. എന്താണെന്നുള്ളത് നോക്കാം. ഇൻസിഡൻസ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് ഡിസീസസ്. അതായത് അവസാനം അല്ലെ, ഈ അടുത്ത ഇടയ്ക്ക് വന്നിരിക്കുന്ന നിർണയം നടത്തിയിരിക്കുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അടുത്തിടയ്ക്ക് നിർണയിക്കപ്പെട്ട രോഗസംഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ടതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. An incidence rate is the number of a recent case of a disease divided by the number of a person at risk for the disease. ഇപ്പൊ പുതിയതായിട്ട് ഒരു രോഗങ്ങളൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ കോവിഡ് ഒക്കെ പെട്ടെന്ന് വന്നൊരു രോഗമാണ് അല്ലെ. ആ ഒരു രോഗമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വന്ന ആ രോഗവുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളാണ്. നമ്മൾ നേരത്തെ രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് പകർച്ച വ്യാധി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടായിരുന്നു. ഈ ഇൻസിഡൻസിന്റെ കേസിലും അത് തന്നെയാണ്. എന്താണ്, പെട്ടെന്ന് ആ രോഗം വന്നത്, അത് എത്രത്തോളം, ആ ഇൻസിഡൻസ് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസ്. ഇപ്പോ എത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ആ ഡിസീസുമായി ബന്ധപ്പെട്ട്, ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസസ്. അതായത് അതിന്റെ ആ ഒരു റിസ്കില് നമുക്കറിയാം, ആ ഒരു ബുദ്ധിമുട്ടേറിയ അല്ലെ, ആ ഒരു രോഗത്തിന്റെ പിടിയിൽ ഉണ്ടായിരിക്കുന്ന ആ വ്യക്തികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. നോക്കാം, ഈയിടെ രോഗനിർണയം നടത്തിയ ആളുകളുടെ എണ്ണം, അതായത് രോഗത്തിന്റെ സമീപകാല കേസുകളുടെ എണ്ണം, രോഗസാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട്, രോഗസാധ്യത വരാൻ അല്ലെ, ആ എത്രത്തോളം രോഗികൾക്ക് അത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുന്ന എണ്ണം കൊണ്ട് ഹരിക്കുന്നതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. Okay, an incidence rate is the number of a recent case of a diseases divided by the number of a person at risk for the diseases. വരാൻ സാധ്യതയുള്ള വ്യക്തികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് റേറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, എത്രത്തോളം വ്യക്തികൾക്ക് ഈ രോഗം വന്നു. ഒരു പുതിയ രോഗമാണ്, സമീപകാലത്ത് വന്ന ഒരു രോഗമാണ്. അപ്പൊ എത്രത്തോളം പേർക്ക് വന്നു, ഇനി വരാൻ സാധ്യതയുള്ള വ്യക്തികളുടെ എണ്ണം, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡൻസ് റേറ്റ്. The incidence is an important rate. It is a proportion of the people at risk who develop diseases in the course of a specific time period. അതായത് ഇതൊരു പ്രധാനപ്പെട്ട റേറ്റ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രോഗാവസ്ഥ അല്ലെ, അത് നമുക്കറിയാം ഒരു ടൈം, നമുക്ക് ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോവുകയാണെങ്കിൽ അതിൻ്റെതായ കുറെ ഇന്നോവേഷനും മെഡിസിൻ കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥയൊന്നും വരില്ല. അത് നീണ്ടു നിൽക്കുന്ന കാലയളവിലേക്ക് ഇനിയും തുടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഇൻസിഡൻസ് റേറ്റിനുള്ള പ്രാധാന്യം വരുന്നത്. അതായത് ഇത് ആ റിസ്കിൽ ആ വ്യക്തി എത്ര സമയം ചെലവഴിച്ചു എന്നുള്ള കാര്യം കൂടി അതിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ഇൻസിഡൻസ് റേറ്റ് ഈസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കാരണം it is the proportion of a people at risk. എത്രത്തോളം പേഴ്സൺസിന് ആ റിസ്ക്, ആ രോഗത്തിന്റെ പിടിയിൽ ഏർപ്പെടേണ്ട വന്നു. who develop disease in the course of a specific time period. അത് എത്രത്തോളം നാള് അത് എടുത്തു എന്നുള്ളതും കൂടി അതിനകത്ത് കൺസിഡർ ചെയ്തിട്ടാണ് ഇൻസിഡൻസ് റേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനും കൂടി ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇൻസിഡൻസ് റേറ്റ് കാണുമ്പോൾ ഈ വ്യക്തി എത്രത്തോളം നാള് ഇതിന് പിടിയിൽ, ഈ ഒരു രോഗാവസ്ഥയിൽ ആ വ്യക്തി ഏർപ്പെടേണ്ടി വന്നു,
അത് വരാനുള്ള സാധ്യതയുള്ള പേഴ്സൺസിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് അപ്പൊ അതനുസരിച്ചിട്ട് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അല്ലെ അവർക്ക് അതനുസരിച്ചിട്ടുള്ള റിസോഴ്സസ് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ വേണം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ പേഴ്സന്റെ രോഗം മാറാനായിട്ട് എത്ര സമയം എടുത്തു എന്നുള്ള കാലയളവ് പരിഗണിക്കുമ്പോൾ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നു. ഈ ഫോർമുല വീണ്ടും പറയുന്നുണ്ട്. ഇൻസിഡൻസ് റേറ്റ്, നമ്പർ ഓഫ് ന്യൂ കേസ് ഓഫ് ഡിസീസസ് ഇൻ എ ഗിവൺ ടൈം പീരിയഡ്, ടോട്ടൽ പേഴ്സൺ, ടൈം അറ്റ് റിസ്ക് ഡ്യൂറിംഗ് ദ ഫോളോ അപ്പ് പീരിയഡ്. അതാണ് ആ റേറ്റ് കാണുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുതിയ കേസുകൾ ഈ സമയത്തിനുള്ളിൽ എത്ര പേർക്ക് ഉണ്ടായി, then divided by total time at risk during follow up period. ആ പീരിയഡ് എത്ര ടൈമിലാണ് ഈ ഒരു റിസ്ക് അവര് കൈകാര്യം ചെയ്തെടുത്തത് എന്നതോട് നോക്കിയിട്ടാണ് ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ അതിന്റെ 3 കീ എലമെന്റ്സ് പറയുന്നുണ്ട്. ഓൺലി ന്യൂ കേസ് ഇൻക്ലൂഡഡ് ഇൻ ന്യൂമറേറ്റർ. പുതിയ കേസുകളാണ് ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കുന്നത്. ദെൻ ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. എത്രത്തോളം വ്യക്തികൾക്ക് വരാൻ സാധ്യതയുണ്ട് അത്രയും പേഴ്സൺസിനെയാണ് ടോട്ടൽ പോപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൊത്തം ജനസംഖ്യയല്ല, എന്താണ് ആ റിസ്ക് വരാൻ സാധ്യതയുള്ള എത്രത്തോളം പേഴ്സൺസ് ഉണ്ട് അതാണ് ഡിനോമിനേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ടൈം എലമെന്റ് പറയുന്നത് പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസ് ഡിഫക്റ്റഡ്. അതായത് അത് എത്രത്തോളം സമയം എടുത്തിട്ടാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത്. അതായത് സമീപ കാലങ്ങളിൽ എനിക്ക് ഇൻ കേസ് ഇപ്പൊ നമുക്കറിയാം ഈ ചില വ്യക്തികൾക്ക് ഇത്ര സമയം എടുത്ത് ആ രോഗം ഭേദമായി അല്ലെ. ചിലർക്ക് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാലയളവ് ചിലപ്പോൾ ആ രോഗത്തിന്റെ അതിൽ വീഴ്ചപ്പെടേണ്ടി വരും. അപ്പൊ ആ ഒരു പീരീഡ് ഇവിടെ ടൈം എലമെന്റ് ആയിട്ട് എടുക്കുന്നത്. പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസ് ഡിഫക്റ്റഡ്. ചില കേസിന്റെ ഇപ്പൊ നിലവിലുള്ള കേസുകൾ അത് എത്രത്തോളം സമയം എടുത്ത് തെറ്റായി ചിലപ്പോൾ ക്രമീകരണങ്ങൾ ആ സമയം എടുത്ത് മാറേണ്ട ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പീരിയഡ് ഓവർ വിച്ച് റീസെന്റ് കേസ് ഡിഫക്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇൻസിഡൻസ് എന്നുള്ളത്? ഒരു രോഗം പുതിയതായിട്ട് വരുമ്പോൾ ഇൻ കേസ് ആ രോഗം ഇനി ആർക്കൊക്കെ ബാധിക്കാം എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ചില ഏരിയസിൽ അല്ലെ ചില സ്പെഷ്യൽ എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ ഏരിയയിൽ വെച്ച് നിന്ന് തന്നെ ആ രോഗം ഭേദം പൂർണ്ണമായിട്ടും ഇല്ലാതെ പോകും. അത് ആ അവിടെയുള്ള ഏരിയാസിന്റെ എന്തെങ്കിലും കാര്യങ്ങളുടെ എന്തെങ്കിലും മാറ്റേഴ്സ് കൊണ്ട് ചിലപ്പോൾ സംഭവിച്ചതായിരിക്കാം. അപ്പൊ ഇനി എന്താണ് അവിടെ വന്നിരിക്കുന്ന ഒരു ഇൻസിഡൻസ്. ഇപ്പൊ നമുക്കൊരു ചെറിയ ഒരു ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ട് വരികയാണെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവാൻ അവിടെ വന്ന് കഴിച്ച് പോയവർക്ക് മാത്രമേ വീണ്ടും വരാനുള്ള സാധ്യതയുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു ഇൻസിഡൻസ് ആ ഒരു പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമാണത്. അപ്പൊ കുറച്ച് വ്യക്തികൾക്ക് ആ രോഗം വന്നു. അപ്പൊ ഇനിയും സാധ്യതയുള്ള പേഴ്സൺസ് എത്രത്തോളം ഉണ്ടാവുമെന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ദെൻ വന്ന വ്യക്തികൾക്ക് എത്ര പെട്ടെന്ന് ആ രോഗം ഭേദമായി. ചിലർക്ക് ചില ടൈം പീരീഡ് ഇച്ചിരി കൂടി ചിലപ്പോൾ സമയം എടുത്തിട്ടായിരിക്കും ആ രോഗം വന്ന് മാറിപ്പോവാനായിട്ടുള്ള സാധ്യത. അപ്പൊ ഇൻ കേസ് ആ ഹോസ്പിറ്റലിൽ ഇപ്പൊ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ അഡ്മിഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ 1-2 രോഗികളെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു, കുറച്ച് രോഗികളെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അതനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഗവൺമെന്റിന്റെ ഒക്കെ ഒരുപാട് എന്തെങ്കിലും ഒരുപാട് വ്യക്തികളൊക്കെ വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് അവർക്ക് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. എത്രത്തോളം ഡോക്ടേഴ്സ് അവൈലബിൾ ആക്കണം, എത്രത്തോളം എക്യുപ്മെന്റ്സ് പെട്ടെന്ന് തന്നെ ആവശ്യം വേണ്ടി വരും എന്നുള്ളതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഇൻസിഡൻസ് എന്നുള്ളതും ഇൻസിഡൻസ് റേറ്റ് എന്താണെന്നുള്ളതും അതിന്റെ കീ എലമെന്റ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് നമ്മള് ഇൻസിഡൻസ് എന്താന്നുള്ള കാര്യം പറഞ്ഞു. അതിന്റെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും റേറ്റും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ 2 മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസ് പറയുന്നുണ്ട്. അതിൽ എന്താണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, അതേമാതിരി തന്നെ ഇൻസിഡൻസ് റേറ്റ്. അതാണ് പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് പറയുന്നത്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് പറഞ്ഞാൽ കൂടി വരുന്നു. ഈ കേസുകൾ കൂടി വരികയാണ് എങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ കേസ് അതോട് കൂടിയിട്ട് ചിലപ്പോൾ നിന്ന് പോകും അല്ലെ. അതല്ല ചിലപ്പോൾ ഇച്ചിരി കൂടി
വ്യക്തികള് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള രോഗത്തിന് അടിമയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് ഇൻസിഡൻസ് ആണ്. ഇൻസിഡൻസ് റേറ്റ്, ഇൻസിഡൻസ് ഡെൻസിറ്റി, അതായത് അതിന്റെ സാന്ദ്രത എത്രത്തോളം ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ അത് കുറഞ്ഞു പോവുകയാണെങ്കിൽ അതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു ഇൻസിഡന്റ് ആണ്. അതായത് വർദ്ധിക്കുന്നില്ല, റേറ്റ് ഒരു നിശ്ചിത അളവിൽ തന്നെ നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വർദ്ധിച്ച ഒരു ഇൻസിഡൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ആ ഒരു നിശ്ചിത ഇതിനുള്ളിലെ പരിധിക്കുള്ളിൽ തന്നെ നിലനിന്ന് പോകുന്ന ഇൻസിഡൻസും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവുകയുള്ളൂ. ഇത് വലിയ കുഴപ്പമില്ല, വീണ്ടും വീണ്ടും വരുന്നില്ല, അഡ്മിഷൻ വരുന്നില്ല, അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻസിഡൻസ്, ഇതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്താണ്? അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്, അതായത് എത്രത്തോളം അല്ലെ ഇത് ഈ സ്ഥിതി എത്രത്തോളം എന്ന ഒരു ചോദ്യം അല്ലെ, എത്രത്തോളം ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സവിശേഷമായ ഒരു കാര്യം ഇന്നത്തുണ്ട്. അതായത് നമുക്കറിയാം ഇൻസിഡന്റ് ഒരു സംഭവം വരുന്നത് ഇനി എത്രത്തോളം വ്യക്തികൾക്ക് ബാധിക്കും എന്നുള്ളത് അതിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ആ ഒരു സവിശേഷമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്, എത്രത്തോളം ഈ ഇത് സ്ഥിതി ഉണ്ടാകുന്നത് എന്നുള്ളത്. Then a measure of a risk of diseases but should be for a stipulated time period. ഇത് നമുക്കറിയാം, നമ്മൾ ഒരു നിശ്ചിത സമയത്തിൽ ഇനിയും ആൾക്കാർക്ക് വരാം എന്നുള്ള ഒരു സാധ്യത അനുസരിച്ചിട്ട് മാത്രമാണ്. അപ്പൊ ചിലർക്ക് ചില അസുഖങ്ങൾ എന്താണ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്തിട്ട് അവരവരുടെ ആ ഒരു പെട്ടെന്നുള്ള റിയാക്ഷൻ കാണിക്കും. ചിലര് ചിലപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ അല്ലെ, അവരുടെ എന്തെങ്കിലും മാനസ് പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ അത് വരുന്നത്. അപ്പൊ നമ്മള് ഇപ്പോ ഒരു കുറച്ച് ഇൻസിഡൻസ് വന്നു, അത് പെട്ടെന്ന് തന്നെ ഇനി എത്രയും വ്യക്തികൾക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നോട്ട് ചെയ്തു, ചിലവർക്ക് വന്നിട്ടില്ല. അപ്പൊ ഓക്കെ, അത് അതോടുകൂടി ആ റേറ്റ് കണ്ടുപിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തീരുകയാണ്. പക്ഷെ ഇങ്ങനെ ഇവിടെ വരുമ്പോൾ എന്താണ്, ഒരു സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിലാണ് ഇത് വരുന്നത്. അത് ആ ഒരു ടൈം പീരീഡും കൂടി കൺസിഡർ ചെയ്യേണ്ട ഒരവസ്ഥ എന്താണ് നമ്മുടെ ഇൻസിഡൻസ് റേറ്റിൽ വരുന്നത്. മെഷർ ഓഫ് റിസ്ക് ഡിസീസസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്, നിശ്ചിത സമയം വരേക്കാണ് അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ളൂ. വീണ്ടും ഈ വ്യക്തികൾക്ക് വരുന്നുണ്ടോ എന്ന് പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെ. നിശ്ചിത ടൈം വരെ ഒരു ശ്രദ്ധ കൊടുക്കും. ഈ ഒരു ഇൻസിഡൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും വരുമോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ ആർക്കും നോട്ട് ചെയ്യണമെന്നില്ല. Then express the risk of having an outcome for the population at a risk, not for a single person. നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു വ്യക്തി അല്ലെ, ഒരു വ്യക്തിക്ക് ഉള്ള റിസ്ക് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, ഒരു സിംഗിൾ പേഴ്സണെ മാത്രമല്ല, അവിടെയുള്ള മൊത്തം അല്ലെ ആ ഒരു ഇൻസിഡൻസ് വരാൻ സാധ്യതയുള്ള മൊത്തം വ്യക്തികളെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം ഫോർ ദ പോപ്പുലേഷൻ അറ്റ് റിസ്ക്, ഈ റിസ്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പോപ്പുലേഷനെയും വെച്ചിട്ട്, നോട്ട് ഫോർ എ സിംഗിൾ പേഴ്സൺ, ഒരു പേഴ്സണെ മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല ഇൻസിഡൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then population must be free of diseases at the beginning of the study. അതായത് ഒരു സംഭവം ഇല്ല അല്ലെ, ഇൻസിഡൻസ് വരുന്നത് എങ്ങനെയാ, ഒരു പ്രശ്നമില്ലാത്ത ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. ആ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡിയിൽ എന്താണ്, അവിടെ നിന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ആ ഒരു പോപ്പുലേഷനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച കുറച്ച് വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഒരു മറ്റൊരു സവിശേഷതയായിട്ട് കാണുന്നത്. ബിഗിനിങ്സ് ഓഫ് സ്റ്റഡീസിൽ ഡിസീസസ് ഫ്രീ ആണ്, രോഗാവസ്ഥയൊന്നും ഇല്ല. പക്ഷെ പിന്നീടാണ് വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതൊരു സവിശേഷ പോയിന്റ് ആയിട്ട് എടുത്തു പറയുന്നു. ഇനി എന്താണ് യൂസ് ഓഫ് ഇൻസിഡൻസ്, ഇതിന്റെ ഉപയോഗം, ഈ ഇൻസിഡൻസ് റേറ്റുമായി ബന്ധപ്പെട്ട ഉപയോഗം എന്താണെന്നുള്ളത് എന്താണ് എക്സ്പ്ലെയിൻ. ഫസ്റ്റ് വൺ പറയുന്നത് എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസസ് ഒക്കറൻസ് ഓഫ് ഓവർ ടൈം. അതായത് നമ്മള് കൂടുതൽ അല്ലെ ഓരോ രോഗം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഡിസീസസ് ഒക്കറൻസ് ഓവർ ടൈം, ഈ സമയത്തിനുള്ളിൽ വരാൻ സാധ്യതയുള്ളതിനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻസിഡൻസ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാഴ്ച കൊണ്ടെങ്കിലും ചിലപ്പോൾ രോഗികൾക്ക് അവരുടെ റിയാക്ഷൻ വരാം അല്ലെ. ആ ഒരു ടൈം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുവരേക്കും രോഗികൾക്ക് വേണ്ടിയിട്ട് എന്താണ് എന്തെങ്കിലും എക്യുപ്മെന്റ്സോ കാര്യങ്ങളോ ഡോക്ടേഴ്സിന്റെ സേവനമോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. Then useful in planning for preventive measures as to prepare resources to combat events. അതായത് നമ്മുടെ ഈ രോഗാവസ്ഥയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവം പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും അറേഞ്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചില പേഴ്സൺസ് ഒക്കെ നമുക്കറിയാം ഒരു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെയുള്ള പേഴ്സൺസ് എത്രത്തോളം ഉണ്ട് എന്ന് ജസ്റ്റ് ഒരു പക്ഷേ ഇവര് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അവരെ ഇൻഫോം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇൻ കേസ് അങ്ങനെയുള്ള വ്യക്തികളുണ്ട് എങ്കിൽ അവർക്ക് മതിയായ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് അല്ലെ, അത് മുൻകരുതലായിട്ട് ഇങ്ങനെ രോഗാവസ്ഥ വന്നിട്ടുണ്ട്, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മുൻകരുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ഒരു മെഷർമെന്റ് നടത്താനായിട്ട് ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് റേറ്റ് കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷർ has to prepare resources to combat events. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടേറിയ പേഴ്സൺസിന് അത് അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മുൻകൂട്ടി എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. Then compare the risk of diseases between 2 or more populations. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, 1-2 പേഴ്സൺസിന് അവരുടെ ആരോഗ്യം അത് ഏബിൾ ആണെങ്കിൽ അല്ലെ, വലിയ പ്രശ്നമില്ല എങ്കിൽ അവർ വലിയ കുഴപ്പമില്ലാതെ തന്നെ അതിനെ തരണം ചെയ്യും. പക്ഷെ ചില വ്യക്തികൾക്ക് അത് പറ്റിയെന്ന് വരില്ല. അപ്പൊ കമ്പയർ ദ റിസ്ക്, അത് താരതമ്യം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് റേറ്റ് കൊണ്ട് സാധിക്കും. കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസസ് ബിറ്റ്വീൻ 2 or more populations. അവിടെയുള്ള ആ ഒരു ജനസംഖ്യയിൽ 1-2 പേർക്ക് പരസ്പരം കമ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. Then as the incidence rate are influenced by any factor and detect the risk factors. അതായത് നമ്മള് കണ്ടു അല്ലെ, ചിലർക്ക് റിസ്ക് ഉണ്ടാവും അല്ലെ, ചിലർക്ക് കുറച്ച് റിസ്കേ ഉണ്ടാവുള്ളൂ, ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ സംഭവങ്ങളുടെ നിരക്ക് ഏതെങ്കിലും ഘട്ടത്താല് അപകട സാധ്യതാ ഘടകങ്ങൾ കൂടുതൽ കണ്ടെത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. ഇൻസിഡൻസ് റേറ്റ് ആണ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടർ ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ് വെച്ച്. അപ്പൊ നമുക്കിപ്പോ കുറച്ച് വ്യക്തികളെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവരാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചികിത്സ കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെ. ഞാനൊരു ചെറിയ എക്സാമ്പിള് ഹോട്ടലിലെ ഫുഡിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ്. ഇപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്ക് ഇച്ചിരി കൂടി റിസ്ക് കൂടുതലായിരിക്കും എന്ന് നേരത്തെ കൂട്ടി അത് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസിഡൻസ് റേറ്റ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ എനി ഫാക്ടർ ആൻഡ് ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടർ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ കൂടാൻ സാധ്യതയുണ്ട് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന്. ഇതാണ് ഇൻഷുറൻസ് റേറ്റിന്റെ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ളത് പറയുന്നുണ്ട്, തന്നെ നോക്കാം. എന്താണ്? ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ പാത്തജൻസ്, അതായത് രോഗനിർണയം അല്ലെ, രോഗനിർണയം എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ടു ഫൈൻഡ് ഡിസീസസ് ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണ് ഈ രോഗം വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കും. ടു കൺട്രോൾ ഡിസീസസ്, രോഗത്തിന് അത് വ്യാപിച്ചു പോകുന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചിലർക്ക് രോഗം പെട്ടെന്ന് ഭേദമാവുകയാണ് എങ്കിൽ ആ രോഗവ്യാപനത്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. Then in certain restrain and therapeutic measurements, അതായത് എന്തെങ്കിലും അല്ലെ കൂടുതലായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ചികിത്സകൾ നടത്താൻ പറ്റുമെങ്കിൽ ആ ഒരു രോഗത്തിനെ നിയന്ത്രണത്തിന് വിധേയമാക്കാനായിട്ട് എന്തെങ്കിലും മെഷർമെന്റ് എടുക്കാനായിട്ട് സാധിക്കുമെന്ന്, എന്തുണ്ടെങ്കിലും കണക്കെടുക്കൽ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഹെൽത്ത് പോളിസി മേക്കിംഗ്, നല്ല തീരുമാനങ്ങൾ അല്ലെ, ആരോഗ്യപ്രദമായിട്ടുള്ള നല്ല നല്ല നയങ്ങളെല്ലാം പ്രഖ്യാപിക്കാനായിട്ട് ഇൻഷുറൻസ് റേറ്റ് കൊണ്ടൊക്കെ സാധിക്കും. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വരുമ്പോഴാണ് എന്തെങ്കിലും അല്ലെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക. ഇത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ ചെയ്തിരിക്കണം, ഇത്ര സമയത്തിന് നിങ്ങൾ നിങ്ങളുടെ പേരുകൾ അവിടേക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കണം, പെട്ടെന്ന് ഇങ്ങനെ ഇൻഷുറൻസ് വന്നു കഴിഞ്ഞാൽ നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെ കുറെ നല്ല തീരുമാനങ്ങൾ കൊണ്ടുവരാനായിട്ടൊക്കെ പോളിസികൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇൻഷുറൻസ് എന്താണെന്നും ഇൻഷുറൻസിന്റെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, എലമെന്റ്സ് പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, ഉപയോഗങ്ങൾ പറഞ്ഞു, ഒപ്പം തന്നെ അതിന്റെ പ്രാധാന്യം, അത് മൊത്തത്തിലുള്ള പ്രാധാന്യം അല്ലെ. ഇത് തീരുമാനങ്ങളൊക്കെ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴെന്താണ് ചില കേസുകൾ സംഭവിക്കുമ്പോഴാണ് തീരുമാനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ചില രോഗ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിർണയങ്ങൾ ഇതെല്ലാം നടത്തിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഇന്ന സംഭവങ്ങൾ കൊണ്ടാണ് സാധ്യമാകുന്നത്. അപ്പൊ അതാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസിൽ പ്രധാനമായിട്ട് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ, നിങ്ങൾ അവിടെ ഇല്ലേ? അപ്പോ നമുക്ക് ചലഞ്ചസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കാം. നമ്മളിപ്പോ ഇത്രയും കുറെ ഫോർമുലാസും കുറച്ച് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, പ്രിവിലിയൻസ് റേറ്റ്, അതേമാതിരി ഇൻസിഡൻസ് റേറ്റ് എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്താണ് ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ കുറെ വെല്ലുവിളികൾ, അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നോക്കാം എന്താണ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് ഹാവ് overturned our social, economic and political policies and have provided the clinicians with newly discovered aids for diagnosis and treating illness. അതായത് നമ്മളുടെ അല്ലെ ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജി അത് കൂടുതലായിട്ട് കടന്നു വന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്താണ് നമ്മളുടെ ആദ്യമായിട്ട് നേരത്തെയുള്ള ഒരു രീതിയല്ല, വ്യത്യസ്തമായിട്ട് അത് തകടം മറിയുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. നേരത്തെ കുട്ടിയൊന്നും പ്രിപ്പാൻ ചെയ്യുന്ന രീതിയൊന്നല്ല. ഇപ്പൊ പുതിയ പുതിയ ടെക്നോളജികൾ ഉടലെടുത്തത് കൊണ്ട് തന്നെ എല്ലാത്തിനുള്ള നയങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കണം അല്ലെ. സോഷ്യലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള നയങ്ങളിലെല്ലാം വ്യത്യസ്തത പുലർത്തേണ്ടതുണ്ട്. കണ്ട് നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന രീതിയിലൊന്നും ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊന്നും മൂവ് ചെയ്യില്ല. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പോളിസികൾക്കും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് ഹാവ് ഓവർടേൺഡ്, പക്ഷേ അത് തകിടം മറിഞ്ഞിരിക്കുകയാണ് അവർ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ പോളിസീസ് ആൻഡ് ഹാവ് പ്രൊവൈഡഡ് ദ ക്ലിനീഷ്യൻസ് വിത്ത് ന്യൂലി ഡിസ്കവേർഡ് എയ്ഡ്സ് ഫോർ ഡയഗ്നോസ്റ്റിക് ആൻഡ് ട്രീറ്റിംഗ് ഇല്ലസ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ അല്ലെ പുതിയ ഡിസ്കവേർഡ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ രോഗനിർണയ രീതികളും എന്താണ് സഹായ ഹസ്തങ്ങളൊക്കെയാണ് പുതിയ രീതിയിലാണ് ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പഴയ നിയമങ്ങളെല്ലാം മാറ്റി മറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? ടെക്നിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ട്, നമ്മുടെ സാങ്കേതികമായിട്ടുള്ള വളർച്ച ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് നല്ലതാണ് അല്ലെ, നമ്മൾ പെട്ടെന്ന് തന്നെ രോഗം നിർണ്ണയിക്കാനും അതോടൊപ്പം തന്നെ ചികിത്സ കിട്ടി അസുഖം ഭേദമാക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പക്ഷെ ഉണ്ടാവുന്ന പ്രത്യേകത എന്താണ്? പഴയ നയങ്ങൾക്കൊന്നും സാധ്യതയില്ല, പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതുണ്ട്. Then a demand from the clinicians and the community to provide newly discovered technological capabilities in the hospital and health service system. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെ, നമ്മുടെ പബ്ലിക്കായിട്ട് പുതിയ നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങൾക്ക് നല്ല ഒരു സർവീസ്, നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒരു സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നോളജികൾ പുതിയതായിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് സ്ഥാപിക്കേണ്ടതുണ്ട്. അതായത് അവർക്ക് അത് അവൈലബിൾ ആക്കേണ്ടതുണ്ട് അല്ലെ. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു എല്ലാ കാര്യത്തിലും നമുക്കറിയില്ല, ഒരു അഡ്മിഷൻ എടുക്കാൻ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ തുടങ്ങി നമുക്ക് വ്യത്യസ്തങ്ങൾ അനുഭവപ്പെടാം. കാരണം അവിടെ ഒന്നും ക്യൂ നിൽക്കുന്ന രീതിയൊന്നല്ല, വിവിധ കൗണ്ടറുകളാണ്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചിരുന്ന സൗകര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ വെയിറ്റ് ചെയ്ത വ്യക്തികളിൽ നിന്നുകൊണ്ടല്ല, നമ്മളെ മോണിറ്റർ സിസ്റ്റം അനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് കൊണ്ടാണ്. അപ്പൊ അതെല്ലാം അവരുടെ ആ ഒരു കണ്ടുപിടുത്തത്തിന് അനുസരിച്ചിട്ട് തന്നെ അത് അവൈലബിൾ ആക്കേണ്ടതുണ്ട്. It has been noted that at least half of the last decades rises in medical costs is imputable to high technology medicines, especially diagnostic and surgical procedures. ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഹോസ്പിറ്റലിലെ ചികിത്സാ സമ്പ്രദായത്തില് ഏറ്റവും കൂടുതൽ എന്താണ് അല്ലെ, ചിലവ് ഏറിയ ഒരു ഘടകം തന്നെ മാറിയിരിക്കുന്നു. ചെലവ് കൂടുതലാണ് അല്ലെ, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെലവേറിയ ഒരു കാര്യം കൂടിയാണ് എന്നുള്ളത്. ലാസ്റ്റ് ഡിക്കേഡ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മുടെ അവസാന അല്ലെ, നമ്മുടെ ബിഗ് ഹാഫ് ഓഫ് ദ ലാസ്റ്റ് ഡിക്കേഡ്സ് എന്നാണ്. അതായത് ഒരു 10 വർഷത്തിന് മുമ്പ് തന്നെ പകരം ഒരു 5-6 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഇംപ്ലിമെന്റേഷൻ, നമ്മുടെ ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷൻ അനുസരിച്ച് തന്നെ
എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളത്. Then in spite of the high cost, the commercial firms and cooperative bodies are launching the sake of the hospital with the newest medical technology with the economic returns and are increasing. അതായത് നമുക്ക് കൂടുതൽ അല്ലെ തുക മുടക്കിയിട്ടായിരിക്കണം ഹോസ്പിറ്റലൊക്കെ സ്ഥാപിക്കേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് എല്ലാ ഒറ്റയ്ക്ക് അല്ലെ ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ മാത്രമായിട്ട് ഒറ്റയ്ക്ക് എന്നല്ല, പുതിയതായിട്ട് മൊത്തത്തിൽ നമ്മള് പാർഷ്യലിയൊക്കെ വന്നിട്ടാണ് ഈ ഫേമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഹൈ കോസ്റ്റ്, ദ കമേഴ്ഷ്യൽ ഫേംസ് ആൻഡ് കോർപ്പറേറ്റ് ബോഡീസ് ആർ ലോഞ്ചിങ് അല്ലെ. ആ ഒരു സ്വകാര്യ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ കമേഴ്ഷ്യൽ വാണിജ്യവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രൈവറ്റ് പാർട്ടീസിനോട് ഒന്നിച്ചൊക്കെ നിന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഫേമുകളെല്ലാം രൂപീകരിക്കുന്നത്. Then this proves the growing level of health care awareness among the people and utilization of such services by the people from the private sector too. അതായത് ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പീപ്പിളുടെ ജനങ്ങളുടെ ഈ കാര്യങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സർവീസുകളെല്ലാം ജനങ്ങൾക്ക് കിട്ടുമ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സിന്റെ പങ്കാളിത്തം കൂടി കൂടുതലായിട്ട് ഇതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. This grows the growing level of healthcare awareness among the people and utilization of such services. ഈ സേവനങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് by the people from private sector too. Then it shows that there is increasingly more and more supremacy by consumer rather than providers or procedures in medical practices. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ നല്ല ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഇവിടുത്തെ പീപ്പിൾസ് എല്ലാം തയ്യാറാകുന്നത് അല്ലെ. എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ നല്ല എല്ലാവരുടെയും കയ്യിലും എന്താണ് ഇപ്പൊ മിക്കപ്പോഴും എല്ലാവരും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫിനാൻസ് മുടക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് എവിടെ പോയാലും അവർ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇറ്റ് ഷോസ് ദെയർ ഈസ് ഇൻക്രീസിംഗ്ലി more and more supremacy by consumer rather than providers or a procedure in a medical practice. Medical practices അല്ലെങ്കിൽ അത് ചികിത്സ കാര്യങ്ങൾ നൽകുന്ന വ്യക്തികളെക്കാളും പ്രാധാന്യം ആർക്കാണ്? അവിടെയുള്ള പേഷ്യൻസിനാണ്. പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം കോസ്റ്റ്ലി കൈകാര്യം ചെയ്യാൻ പറ്റും അത്രത്തോളം നല്ല സേവനങ്ങൾ കാഴ്ചവെക്കുകയാണ് ഇപ്പോഴത്തെ ഓരോ ഹോസ്പിറ്റലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എങ്കിൽ മാത്രമേ അവിടെയുള്ള അഡ്മിഷൻസ് വരുന്നുള്ളൂ അല്ലെ. അപ്പൊ കൂടുതൽ കോസ്റ്റ്ലി ആണ്, അത് കോസ്റ്റ്ലിയോട് കൂടിയിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് ആരാണ്? കൺസ്യൂമേഴ്സിന്, അതായത് പേഷ്യൻസിന് നല്ല ശ്രദ്ധ, അവർക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം ഒരുക്കുക എന്നുള്ളതാണ്. Then hospital including to provide more and more reputed services in the discipline or rather than a holistic institution of health care with a multidisciplinary medical theme like IENT, general surgery, etc. Then resulting it to be a profit-oriented business establishment. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽസ് ഇൻക്ലൂഡിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. വ്യത്യസ്ത തരത്തിലുള്ള സർവീസുകൾ, എല്ലാ തരത്തിലുള്ള സർവീസുകളും അവര് പ്രദാനം ചെയ്യുന്നുണ്ട്. വൺ ഡിസിപ്ലിൻ ഓർ റാദർ ദാൻ എ ഹോളിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹെൽത്ത് കെയർ. അതായത് നമ്മള് ഒരു സർവീസ് എന്നുള്ള മൈൻഡില് നമ്മള് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സേവനം ചെയ്യുമ്പോൾ കൂടുതൽ സേവനങ്ങൾ നല്ല അച്ചടക്കത്തോടു കൂടിയിട്ട് ഏതൊരു ഹോസ്പിറ്റലും പ്രദാനം ചെയ്യുന്നുണ്ട്. വിത്ത് മൾട്ടി ഡിസിപ്ലിനറി മെഡിക്കൽ ടീം ലൈക്ക്, അതായത് പ്രധാനമായിട്ട് ചിലപ്പോ IENT, ജനറൽ സർജറി എക്സെട്ര എല്ലായിടത്തും നിന്നും എന്താണ് കൂടുതൽ ശ്രദ്ധ, കൂടുതലായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്പിറ്റലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ടിങ് എന്താണ്? റിസൾട്ടിങ് ഇറ്റ് ടു ബി പ്രോഫിറ്റ് ഓറിയന്റഡ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പൊ അവിടെയെല്ലാം എന്താണ് ഒരു പ്രോഫിറ്റും കൂടി ലാഭേച്ഛയോട് കൂടിയിട്ട് നല്ലൊരു സേവനം മാത്രമല്ല ഏതൊരു ഹോസ്പിറ്റലും തരുന്നത്. ഇത്രയും ഫിനാൻഷ്യലി മുടക്കിയിട്ടാണ് ഒരു ഹോസ്പിറ്റല് സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് പ്രോഫിറ്റും കൂടി ലക്ഷ്യമിട്ടിട്ട് തന്നെയാണ് ഏതൊരു സ്ഥാപനവും അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. പുതിയ രീതിയിലുള്ള കുറെ സൗകര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അപ്പൊ അവിടെ കോസ്റ്റ്ലി കൂടുതൽ തന്നെയാണ്. അത് ഏതൊരു സ്ഥാപനവും ആ സ്ഥാപനം സർവീസിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത്.
ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കുറെ വെല്ലുവിളികൾ വരുന്നുണ്ട്. പേഷ്യന്റ് സർവീസ് ചലഞ്ചസ്, ഇന്റേണൽ ചലഞ്ചസ്, എക്സ്റ്റേണൽ ചലഞ്ചസ്, എന്താണ് സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഈ വെല്ലുവിളികളെല്ലാം മീറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസും കൂടിയും പറയുന്നുണ്ട്. എന്താണ് ചലഞ്ചസ്, വെല്ലുവിളികൾ? നമ്മൾ പേഷ്യന്റിന്റെ സർവീസുമായി ബന്ധപ്പെടുന്ന വെല്ലുവിളികൾ എന്താണ്? ക്വാളിറ്റി കെയർ അല്ലെ? നമുക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പേഷ്യൻസിന് നല്ലൊരു സർവീസ്, അവർക്ക് താല്പര്യമുണർത്തുന്ന ഒരു സർവീസ് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ പ്രധാനമായിട്ട് ഗുണനിലവാരം അല്ലെ, ഗുണനിലവാരമുള്ള കാര്യമായിരിക്കണം അവിടെ പ്രദാനം ചെയ്യേണ്ടത്. അതൊരു പ്രത്യേക വെല്ലുവിളി തന്നെയാണ് അല്ലെ. നല്ലൊരു സേവനം തന്നെ കാഴ്ചവെച്ചില്ലെങ്കിൽ അവിടെ അഡ്മിഷന് പിന്നെയും പേഷ്യൻസ് എത്തിപ്പെടില്ല. അപ്പൊ ക്വാളിറ്റി കെയർ ഒരു വെല്ലുവിളിയാണ്. ദെൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് ഗുണനിലവാരമുള്ള സേവനം മാത്രമല്ല, അവർക്ക് എല്ലാം കൊണ്ടും തൃപ്തി ഉണ്ടാവും അല്ലെ. പേഷ്യന്റിന് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഒരു തൃപ്തിയും കൂടി ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. നല്ല ഡോക്ടേഴ്സിന്റെ സേവനം അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനമല്ല, ബാക്കി എല്ലാം കൊണ്ടും അവർക്ക് തൃപ്തികരമായിരിക്കണം. ദെൻ ന്യൂ ടെക്നോളജി, നമുക്കറിയാം പുതിയ പുതിയ ടെക്നോളജി ഉള്ളപ്പോഴാണ് കൂടുതൽ വ്യക്തികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ ടെക്നോളജി എന്ന് പറയുന്നതും എന്താണ് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് അല്ലെ, അവരുള്ള നഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ ഈ എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ ഇതും കൂടി നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് അവർ സമ്പാദിക്കേണ്ടതുണ്ട്. ദെൻ സർവീസ് എക്സ്പാൻഷൻ, അതായത് വിപുലമായിട്ടുള്ള സർവീസുകളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഡോക്ടറിന്റെ അല്ലെങ്കിൽ നഴ്സിന്റെ സേവനം മാത്രം കൊണ്ട് ഒതുങ്ങി തീരില്ല പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് വിപുലമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതുണ്ടാവും. ദെൻ ഓവർ ക്രൗഡിങ്, അതായത് അമിതമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അല്ലെ ഒന്നിച്ച് തന്നെ വരികയാണെങ്കിൽ അവരെ എല്ലാവരെയും ഹാൻഡിൽ ചെയ്ത് നല്ല തൃപ്തിയോടുകൂടി പറഞ്ഞയക്കേണ്ടതുണ്ട്. അതെല്ലാം എന്താണ് ഒരു തരത്തിലുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ക്വാളിറ്റി, ഗുണനിലവാരം, അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, ന്യൂ ടെക്നോളജി, സർവീസ് എക്സ്പാൻഷൻ, ഓവർ ക്രൗഡിങ്, ഇതെല്ലാം എന്താണ് ഒരു തരത്തിലുള്ള വെല്ലുവിളിയായിട്ടാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇന്റേണൽ ചലഞ്ചസ്, അതായത് ഹോസ്പിറ്റൽ അകത്തുള്ള കുറച്ച് വെല്ലുവിളികൾ എന്തൊക്കെയുള്ളതാണെന്ന്. ക്വാളിറ്റി മാനേജ്മെന്റ്, അതായത് മാനേജ്മെന്റ് നമ്മൾ അല്ലെ കഴിഞ്ഞ ഇതുകളിലെല്ലാം പറഞ്ഞിരുന്നു. മാനേജ്മെന്റ് നല്ല രീതിയിൽ നടപ്പാക്കിയില്ലെങ്കിൽ, നിയമങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ കൊണ്ടുവരുന്ന നിയമങ്ങൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ തന്നെ ഫേവറബിൾ ആവണമെന്നില്ല അല്ലെ. അപ്പൊ അതാണ് ക്വാളിറ്റി മാനേജ്മെന്റ്, അതിന്റെ ഗുണമേന്മ പറയുന്നത്. ദെൻ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആൻഡ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അതായത് നേട്ടങ്ങൾ, ചെലവ് നിയന്ത്രണവും സാമ്പത്തിക പരിമിതികളും. ചെലവ് നിയന്ത്രണം വിധേയമാക്കേണ്ടതുണ്ട്, പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്കറിയാം ടെക്നോളജി വികസിക്കുന്നതനുസരിച്ചിട്ട് അവിടെ എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അവരെ സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ, അതായത് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് ഇത് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളും അവിടെ ആ ഹോസ്പിറ്റലിനകത്ത് ഉണ്ടായിരിക്കും. ദെൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ, നമ്മൾ നേരത്തെ എല്ലാ കാര്യവും പറയും എന്താണ് എപ്പോഴും ലീഡ് ചെയ്ത് കൊണ്ടുവരണമെന്ന്. ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനകത്ത് എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ചിലപ്പോഴെല്ലാം എന്താണ് ലീഡർഷിപ്പ് വഹിക്കാനൊക്കെ ചിലർക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മോട്ടിവേഷൻ ഒരു ഇന്റേണൽ ചലഞ്ച് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് മോഡേൺ ഇൻഫോർമേഷൻ ടെക്നോളജി, പുതിയ ടെക്നോളജികൾ ഉടലെടുത്ത് വരുമ്പോഴും അത് കൈകാര്യം ചെയ്തെടുക്കാനും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഹോസ്പിറ്റലിൽ ഏത് വിങ്ങിലുള്ള വ്യക്തികൾക്കും അതൊരു ചലഞ്ച് തന്നെയാണ്. ദെൻ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, നമുക്കറിയാം ആ ഹോസ്പിറ്റലിൽ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല കസ്റ്റമേഴ്സ്, നല്ല പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ മറ്റൊരു ഹോസ്പിറ്റൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി കൂടി സൗകര്യം ഉണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ഇന്റേണൽ ചലഞ്ച് തന്നെയാണ്. ദെൻ പവർ ക്രൈസ്, അതായത് അധികാരമോഹം. നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ചിലർക്ക് ചില ബിൽഡിംഗ് പവർ ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ് അത് വെച്ച് തന്നെ അവർക്ക് വീണ്ടും കുറെ അധികാരങ്ങൾ വീണ്ടും നീക്കിയെടുക്കാനുള്ള ഒരു മോഹങ്ങളൊക്കെ വരും. അങ്ങനെ വരുമ്പോഴും ഈ ഹോസ്പിറ്റലിനെ അതൊരു നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരും. പിന്നെ മാൻ പവർ മാനേജ്മെന്റ്, അതായത് മനുഷ്യന്റെ ആ ഒരു മാനേജ്മെന്റ് ചെയ്യാനുള്ള ഒരു അധികാരം അല്ലെ, അതും ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിക്കുമ്പോൾ ഒരു വലിയ അധികാരികളായിട്ട് വരുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ അനുസരിക്കാനുള്ള ആ ഒരു
ഇതുണ്ടാവില്ല അല്ലെ. അവര് നല്ലൊരു ഫ്രണ്ട്ലി രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ വർക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു ഇന്ത്യയുടെ ചലഞ്ച് തന്നെയാണ്. ടെക്നോളജി മാനേജ്മെന്റ്. ഇപ്പൊ നമുക്കറിയാം പുതിയ ടെക്നോളജി വരുമ്പോൾ അത് പഠിച്ചെടുക്കുക മാത്രമല്ല ഇത് എങ്ങനെയാണ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എല്ലാവരെയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്. ദെൻ ഫിക്സഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതായത് സ്ഥിരമായിട്ടുള്ള സംഘടനയുടെ ഒരു ഘടന അല്ലെ. നമ്മൾ പഠിച്ചുകൊണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്നുള്ളത് എന്താണ് ഹ്യൂമൻ റിസോഴ്സിൽ പഠിച്ചു. അപ്പൊ ആ ഒരു ഘടന അത് സ്ഥിരമായിട്ടുള്ള ഒരു ഘടനയാകുമ്പോൾ നമുക്ക് ചില ഭേദഗതികളൊക്കെ വരുത്തേണ്ടതുണ്ടായെങ്കിൽ അതും ഒരു ഇന്റേണൽ ചലഞ്ച് തന്നെയാണ്. ഇങ്ങനെ അത് ഓർഗനൈസേഷൻ ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ്. ഇനി എക്സ്റ്റേണൽ ചലഞ്ചസ് എന്താണ്? ബയോമെഡിക്കൽ മാനേജ്മെന്റ് റെഗുലേഷൻസ്. അതായത് നമ്മള് കുറെ ബയോമെഡിക്കലുമായി ബന്ധപ്പെട്ട കുറെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പാലിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ദെൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, എല്ലാ ഉപഭോക്താക്കൾക്കും നല്ല സുരക്ഷിതത്വം കൊടുക്കുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. റൈറ്റ് ടു ഇൻഫോർമേഷൻ, നമുക്കറിയാം ഇപ്പൊ ഒക്കെ വിവരാവകാശം ഉണ്ട് അല്ലെ. എന്തിനും ഏതിനും ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കൊടുക്കേണ്ടതുണ്ട്. അത് ഇപ്പൊ ഏത് കാര്യത്തിനായതുകൊണ്ട് തന്നെയാണെങ്കിലും ഇത്ര ഡേയ്സിനുള്ളിലൊക്കെ മറുപടി കൊടുക്കേണ്ടതൊക്കെ വരുമ്പോൾ എപ്പോഴും ഇത്തരത്തിലുള്ള വിവരാവകാശ നോട്ടീസൊക്കെ വരുമ്പോഴും മറുപടി കൊടുക്കേണ്ടതായിട്ട് ഒരു ചലഞ്ച്, എക്സ്റ്റേണൽ ചലഞ്ച് തന്നെയാണത്. ദെൻ ലീഗൽ ഇഷ്യൂസ് ആൻഡ് എത്തിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടായിരുന്നു അല്ലെ. ലീഗൽ എത്തിക്കൽ ഫാക്ടേഴ്സിന്റെ ആ ഒരു ഇതിൽ കണ്ടായിരുന്നു. കുറെ എത്തിക്കലായിട്ടുള്ള കുറെ നിയമ നടപടികളുണ്ട്, ലീഗലായിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക അത് ഓരോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇത്രയും ബെഡുകൾ, ഇത്രയും പേഷ്യൻസ്, ഇത്രയും വർക്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് കുറെ നടപടികൾ നടത്തേണ്ടതല്ലേ. നമ്മൾ പെൻഷൻ കൊടുക്കണം, ട്രാൻസ്ഫർ കൊടുക്കണം, അത് കൊടുക്കണം, ഇൻസെന്റീവ്സ് കൊടുക്കണം, അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുമ്പോൾ അതെല്ലാം ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ചലഞ്ചസ് തന്നെയാണ്. ദെൻ പബ്ലിക് റിലേഷൻസ്, പൊതുജനങ്ങളോടുള്ള നല്ല ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതായത് നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചോദനങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ നന്നായിട്ട് തന്നെ മൂവ് ചെയ്യാൻ പറ്റാതെ വരും. ഇതൊരു തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ സംഭവമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ചലഞ്ചസുകളാണ്. അതായത് ഹോസ്പിറ്റലിലെ അകത്തും പുറത്തും അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ ഇടയിലുള്ള വെല്ലുവിളികളെയാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തെങ്കിലും പോയിന്റ്സുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇന്നത്തോടുകൂടി ഈ ടോപ്പിക് കൂടി കഴിഞ്ഞ് അവസാനിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഇനി ക്രിസ്മസ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ക്ലാസ് ഇങ്ങനെ മിസ്സാവുമെന്ന് അറിയില്ല. അപ്പോ എന്തായാലും നിങ്ങളുടെ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എക്സാം വെക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് അതിന്റെ ചാപ്റ്റർ കൊണ്ടുവരാം. ചെറിയ ചാപ്റ്റർ എടുക്കുക, അതിനുശേഷം വലുതിലേക്ക് പോകാം. വലിയ ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി തീരാൻ ഇത്ര സമയം എടുക്കും അല്ലെ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ടൈമില് റെസ്പോൺസിബിലിറ്റി വലിയ ചെറുതെന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്തതാണ്. നമുക്കതെടുക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഇതും കൂടി കണ്ടിന്യൂ ചെയ്തോട്ടെ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്ട്രാറ്റജീസ് ടു മീറ്റ് ദ ചലഞ്ചസ്. ഇത് നമ്മൾ കണ്ട ഈ ചലഞ്ചസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് ഈ വെല്ലുവിളികളെ എങ്ങനെയൊക്കെ നമുക്ക് നേരിടാവുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നോക്കാം. എന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്? അതായത് നമ്മൾ കണ്ടു അല്ലെ, ടെക്നോളജി കുറച്ചും കൂടി ചില കാര്യങ്ങളെ നമുക്ക് ലഘൂകരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചില വെല്ലുവിളികളെ കോസ്റ്റ്ലി ഒക്കെ ആണെങ്കിൽ ചില വെല്ലുവിളികളെ നേരിടാൻ ടെക്നോളജിയെ മതിയാവുള്ളൂ അല്ലെ. അത് ടെക്നോളജി തന്നെ ഉപയോഗിച്ച്, ആ സാങ്കേതികത്വം ഉപയോഗിച്ച് തന്നെ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും.
ദെൻ പവർ ഷെയറിങ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും കുറച്ച് അധികാരങ്ങൾ പങ്കിടുമ്പോൾ ചിലര് അത് മിസ്യൂസ് ചെയ്തിരിക്കാം. പക്ഷെ ചില കാര്യങ്ങളിലെ അധികാരം എല്ലാവർക്കും തന്നെ വീഴ്ച നൽകുമ്പോൾ വലിയ സ്ട്രഗിൾ ഇല്ലാതെ തന്നെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് പവർ ഷെയറിംഗ് കൊണ്ട് നമുക്ക് സാധ്യമാക്കാം. ദെൻ അവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവാർഡുകൾ കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിൽ കണ്ടില്ലേ പ്രൊമോഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഡിമോഷൻ അല്ലെ, അവരുടെ അധികാരങ്ങൾ കൃത്യമായിട്ട് തന്നെ യൂസ് ചെയ്തില്ല എങ്കിൽ പണിഷ്മെന്റ് ഒക്കെ ചെറുതായിട്ടൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ആ വെല്ലുവിളിയെ നേരിടാനായിട്ട് സാധിക്കും. ദെൻ ഇൻക്രീസ് എഫിഷ്യൻസി, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെ. ഇച്ചിരി കൂടി നന്നായിട്ട് കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും മോട്ടിവേഷൻ പാക്കേജസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അവർക്ക് ഇച്ചിരി കൂടി നല്ല എഫക്റ്റീവായിട്ട് നല്ല കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് ഉള്ള അവസരം കൊടുക്കുക. ദെൻ ഇംപ്രൂവ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് കെയർ. പേഷ്യൻസിന്റെ ഓരോരുത്തരുടെയും സുരക്ഷ അല്ലെങ്കിൽ അവരുടെ ചികിത്സയൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് എന്താണ് കൂടുതലായിട്ട് എന്തെങ്കിലും പേഷ്യൻസ് പോകാതിരിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു നടപടിയായിട്ട് വരും. ദെൻ ഡെവലപ്പിംഗ് മോഡേൺ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിൽ തന്നെ വിവരാവകാശ കാര്യങ്ങളെല്ലാം വിവര സാമഗ്രി കാര്യങ്ങളെല്ലാം അത് വർദ്ധിപ്പിച്ച് വളർത്തിയെടുത്ത് കൊണ്ടുവരിക. ദെൻ മാർക്കറ്റിംഗ് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെല്ലാം എല്ലാവർക്കും മാർക്കറ്റ് ചെയ്ത് വിതരണം ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്താണ് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു പേര് കിട്ടും. അത് കൂടുതലായിട്ട് അവിടേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും. ദെൻ ലീഡർഷിപ്പ് മോട്ടിവേഷൻ. ചിലരൊക്കെ ലീഡർഷിപ്പ് ബുദ്ധിമുട്ടാന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നേരത്തെ ഒരു വെല്ലുവിളിയിൽ പറഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള ലീഡർഷിപ്പിന് അതിന് വേണ്ടിയിട്ട് തയ്യാറാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും മിക്സോ അല്ലെങ്കിൽ ഇച്ചിരി കൂടി അവർക്ക് ഒരു കൈ, നമ്മൾ പറയില്ലേ ചിലപ്പോൾ ലീഡേഴ്സ് ഒക്കെ വരുമ്പോൾ ചിലർക്ക് ഒരു കൈയടി അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥാനം, ഒരു ബഹുമാനം അതൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മോട്ടിവേറ്റ് ചെയ്ത് ലീഡർഷിപ്പിലേക്ക് നയിക്കുക. ദെൻ കരിയർ ഡെവലപ്മെന്റ്. അതായത് എപ്പോഴും നമ്മുടെ ആ ഒരു കരിയർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവരിക. ദെൻ എന്താണ് റീഓറിയന്റേഷൻ ട്രെയിനിങ് ഫോർ സ്റ്റാഫിംഗ്. അതായത് ജീവനക്കാരെ പുനഃക്രമീകരണ പരിശീലനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തെങ്കിലും ടെക്നിക്കലൊക്കെ ആയിട്ടുള്ള ടെക്നോളജി അതനുസരിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ട് പോകാനായിട്ടുള്ള പുനഃക്രമീകരണ പരിശീലന പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ റെസ്ട്രിക്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പുനഃക്രമീകരണം തന്നെയാണ് അവിടെ പറയുന്നത്. എന്തെങ്കിലും പുതിയ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ സമയക്രമത്തിലോ അല്ലെങ്കിൽ എല്ലാവരെയും കൂടി ഒന്നിച്ച് നിന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്നിച്ച് നിന്നുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് അവരുടെ അല്ലെ എന്തെങ്കിലും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊണ്ടുപോകാനും നല്ല രീതിയിൽ തന്നെ വർക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് എന്താണ് ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ്. അതായത് വ്യക്തമായിട്ട് തന്നെ ഉത്തരവാദിത്തങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ എന്താണ് ഓരോരുത്തരുടെയും വ്യക്തമായ ഉത്തരവാദിത്തം എന്താണ്, അത് അനുസരിച്ച് തന്നെ അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പം ക്ലിയർ കട്ട് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത് ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഓരോരുത്തർക്കും വിവരിച്ചു കൊടുക്കുക. അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ ഓർഗനൈസേഷനും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ചലഞ്ചസുകളെ, നമ്മുടെ വെല്ലുവിളികളെ എന്താണ് നമുക്ക് കീഴ്പ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ജസ്റ്റ് മൊത്തം ഒന്ന് വായിച്ചു നോക്കുക. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ ചോദിക്കുക. എന്തായാലും കുറച്ച് സമയമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഞാൻ ചില ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ട്. അതായത് ഇച്ചിരി കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചാപ്റ്ററില് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനോ?
നമ്മള് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ കുറച്ച് മീനിങ് എന്താന്നുള്ളത് പറഞ്ഞായിരുന്നു. ഇനി അവരുടെ റോൾ എന്താന്നുള്ളത് അല്ലെ, ഹൗ ടു ബിക്കം എ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് ആവാം എന്നുള്ളതുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ മേ ഇൻക്ലൂഡ് ഓവർസൈറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഈ ഒരു ടോപ്പിക്കുകളിൽ നിന്ന് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കും. പിന്നെ അതോടൊപ്പം തന്നെ പ്രിൻസിപ്പിൾസ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ്സ് പ്രിൻസിപ്പിൾസിന് പ്രാധാന്യം കൊടുക്കുക. ഒബ്ജക്റ്റീവ്സ് എല്ലാം വായിച്ച് മനസ്സിലാക്കുക. അതായത് അത് പറയുന്നത് ഓരോ വ്യക്തികൾക്കുമായി അല്ലെ, ഓരോരുത്തർക്കും ഉറപ്പുവരുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക. അതില് മറ്റേ എന്തെങ്കിലും ചെറിയ ചെറിയ സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും അല്ലെ ഫുൾ ഫോമുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ചേക്കുന്നു കേട്ടോ. എവിടെയാണെങ്കിലും അത് എവിടെന്നെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഫുൾ ഫോമുകൾ ഉണ്ടെങ്കിൽ അത് ഇതിന്റെ ഉള്ളിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇപ്പോ SOPs പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെ. അങ്ങനെ റയർ ആയിട്ട് ഇങ്ങനെ എടുത്ത് ചോദിക്കും. നിങ്ങൾ നേരത്തെ പഠിച്ചേക്കാൻ തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ക്യാരക്ടറിസ്റ്റിക്സും ഇമ്പോർട്ടൻസ് ആണ്. ഹെൽത്ത് കെയർ ഇൻഡിക്കേറ്റർ റാഷണലി ടു എക്സ്പ്ലെയിൻ ഗ്ലോബൽ ഹെൽത്ത്, ഗ്ലോബലി ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. പിന്നെ വരുന്നത് വ്യത്യസ്ത ഫോർമുലാസ് ആണ് അല്ലെ. ജസ്റ്റ് ഒക്കെ ഒന്ന് ഫോർമുലാസുകൾ ഇങ്ങനെ എല്ലാം ഒന്ന് ജസ്റ്റ് അല്ലെ, എല്ലാത്തിന്റെയും ഡീവിയേഷൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോർമുല മനസ്സിലാവും. എന്തായാലും ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫോർമുലാസ് എങ്ങനെ രൂപീകരിക്കണേ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ഓരോ ഡിസീസസുകൾ പ്രിവിലിയൻസ് ആണെങ്കിലും ഇൻഫന്റ് ആണെങ്കിലും ഈ റേറ്റുകളും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോ ചില ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പോ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇന്റർവ്യൂ ബേസ് ചെയ്തിട്ട് എന്താണ് മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് എന്താണെന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കി വെച്ചേക്കണം. പിന്നെ എല്ലാ കാര്യങ്ങളും അല്ലെ, പ്രിവിലിയൻസ് എന്താണ്, ഇൻഷുറൻസ് എന്താണ്, ഇൻഷുറൻസ് റേറ്റ് എന്താണ്, പ്രിവിലിയൻസ് റേറ്റ് എന്താണ്, അതൊരു റയർ ആയിട്ട് അല്ലെ നമ്മളൊരു ഇത് ഈ ചാപ്റ്റർ നോക്കിയപ്പോഴാണ് പൊതുവെ അല്ലെ എല്ലാവർക്കും തന്നെ കുറച്ചൊക്കെ ചിലപ്പോൾ ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇന്റർവ്യൂ റിപ്പോർട്ടിനും ചിലപ്പോൾ അങ്ങനെ ഐഡിയാസ് അറിയാവുന്നവരാണോ നിങ്ങൾ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ആ ടേം എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. അതേമാതിരി തന്നെ ഫോർമുലാസ്, ചിലതിന്റെ ഫോർമുലാസ് ഒക്കെ ഇൻഷുറൻസിന്റെ ഒക്കെ ഫോർമുലാസ് ഒക്കെ നിങ്ങൾ നോക്കുക. പിന്നെ നമ്മള് എപ്പോഴുള്ള അല്ലെ ഒരു സാധ്യതയായിട്ടുള്ള സംഭവങ്ങളാണ്. പ്രിവിലിയൻസിന്റെ ഒക്കെ ആണെങ്കിലും എന്താണ് ന്യൂമറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ടൊക്കെ കൊടുക്കുന്നതെന്നുള്ള കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഷുറൻസ് എന്താണെന്നുള്ളത് നോക്കുക. അതോടൊപ്പം തന്നെ അതിന്റെ ഫോർമുല എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതേമാതിരി തന്നെ ഇൻഷുറൻസിന്റെ ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ ടെക്നോളജീസ് അത് വരുമ്പോഴും നമുക്ക് കുറച്ച് വെല്ലുവിളികളെ കുറിച്ചിട്ട് നമുക്ക് അറിയാം അല്ലെ. അത് പ്രധാനമായിട്ടും കുറെ വെല്ലുവിളികളുണ്ടെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്ട്രാറ്റജീസ് ഇത്തിരി കൂടി പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, എന്താണ് നമ്മുടെ ചലഞ്ചുകളെ നേരിടാനായിട്ട് പറ്റുന്നത് എന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മുടെ പ്രധാനമായിട്ടും മോക്ക് ടെസ്റ്റിനേക്കാളും കൂടുതൽ ഈ ഒരു ചാപ്റ്റർ വരുന്നത് എന്തെങ്കിലും അല്ലെ ചില കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ അറിവ് നേടേണ്ടതുണ്ട്. നിങ്ങൾ ഇന്റർവ്യൂ ഫേസ് ചെയ്യുമ്പോൾ ഒന്നും അറിയാതിരിക്കരുത്. ഇതിൽ എന്താണ് ടോപ്പിക് എന്നുള്ളത്, ഇൻസിഡൻസ് എന്താണ്, പ്രിവിലിയൻസ് എന്താണ്, മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇൻഫിനിറ്റി റേറ്റ് എന്താണ്, ഒക്കെയുള്ള ജസ്റ്റ് കാര്യങ്ങൾ ഈ ഇതിൽ നിന്ന് ഈ ഒരു PDF-ൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കാനുണ്ടോ? എല്ലാവരും തന്നെ സൈലന്റ് ആയിട്ട് ഇരിക്കാതാണെന്ന് തോന്നുന്നു. ഇമ്പോർട്ടന്റ് ഇൻസിഡൻസ് പറയാം.
ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് അല്ലെ ചോദിച്ചത്. അല്ലേ ചോദിച്ചത്. അപ്പൊ അതില് പറയുന്ന ഒരു കാര്യം, ആ ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻ പാത്തജൻസിസ്, അതായത് അതില് നമ്മളെ രോഗനിർണയം അല്ലെ, രോഗം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു രോഗത്തിന്റെ വരാൻ സാധ്യത വന്നത്, ഏതിൽ നിന്നാണ് ആ രോഗാവസ്ഥ വന്നിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഘടകം കണ്ടെത്താനായിട്ട് സാധിക്കും. Then to find diseases distribution, അതായത് ആ രോഗം വ്യാപിക്കാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടാണ്. നമുക്കറിയാം, ഇപ്പൊ എന്തിൽ നിന്നാണ് രോഗാവസ്ഥ വന്നത്. ഇപ്പൊ നമ്മളെ ഒരു എക്സാമ്പിൾ പറയുന്നത് ഹോട്ടലിലെ ഫുഡാണ് അല്ലെ. അപ്പൊ ഹോട്ടലിലെ ഏത് ഫുഡിൽ നിന്നാണ് ഈ ഇൻഫെക്ഷൻ വന്നത്, അതാണ് പാത്തജൻസ്. ടു ഫൈൻഡ് ഡിസീസസ് ഡിസ്ട്രിബ്യൂഷൻ, അത് ആർക്കൊക്കെയാണ് വ്യാപിച്ചിരിക്കുന്നത്, ആ വ്യാപനം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then to control diseases, ആ ഒരു രോഗം എന്താണ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഇൻസിഡൻസ് വരുമ്പോൾ അത് എത്രത്തോളം പേർക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അവർക്ക് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തികൾക്ക് ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കുന്നതനുസരിച്ചിട്ട് തന്നെ ആ രോഗാവസ്ഥയുള്ളവര് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നുള്ളത്. Then in restrain and therapeutic measurements, അതായത് ഇനി നിയന്ത്രിക്കാനായിട്ട് ചിലപ്പോൾ ചിലർക്ക് ചികിത്സ തന്നെ മതിയായേ പറ്റൂ അല്ലെ. അവരുടെ രോഗം വരാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവരുടെ രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സ വേണമെന്ന് ഉണ്ടായെങ്കിൽ അതിനനുസരിച്ച് എത്രത്തോളം പേർക്ക് ഇതിന്റെ ചികിത്സ കൊടുക്കേണ്ടതായിട്ട് വരും. പെട്ടെന്ന് തന്നെ ഒരു ഇൻസിഡൻസ് ഒരുപാട് പേർക്ക് ബാധിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യക്തി, ഒരു ചെറിയ എക്സാമ്പിൾ ആണ് ഒരു ഹോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെയുള്ള പേഴ്സൺസ് മാത്രമാണ്. പക്ഷെ ഒരു വലിയ കൂട്ടം ആൾക്കാർക്ക് അത് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരു ഭൂകമ്പവും കാര്യങ്ങളൊക്കെ വന്ന് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളല്ലേ ഗവൺമെന്റിന്റെ തന്നെ അത് വ്യത്യസ്ത ഹോസ്പിറ്റലൊക്കെ അതിനു വേണ്ടി സജ്ജീകരിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ്, ആ ഒരു മെഷർമെന്റ് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം വ്യക്തികൾക്കെല്ലാം ആ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഇൻ റെസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്, അത് എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു അളവ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഹെൽത്ത് പോളിസി മേക്കിംഗ്, അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഉടലെടുക്കുമ്പോഴാണ് പുതിയ പുതിയ ഭേദഗതികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാവുക അല്ലെ, പുതിയ നയങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. ഇന്ന സമയത്തിനുള്ളിൽ ഇപ്പൊ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ പുതിയ നിയമങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരും. ഇത്ര ദിവസത്തിനുള്ളിലുള്ള ഭക്ഷണം അവിടെ കൊടുക്കാൻ പാടില്ല, വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഫോൺ നമ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്, ഇത്ര ടൈമിനുള്ളിൽ ഇത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കണം, അങ്ങനെ പുതിയ പുതിയ നിയമങ്ങൾ അവരിറക്കിക്കൊണ്ടിരിക്കും. ഇൻ കേസ് ഇത് തന്നെ വേറെ ഏതെങ്കിലും ഒരു ഇൻസിഡൻസുമായി ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ, ഒരു ആക്സിഡന്റ് കുറച്ചു പേർക്ക് പെട്ടെന്ന് വന്നു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ഇതാണല്ലേ, അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരും. അവിടെ ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, 3 key elements. ഫസ്റ്റ് പോയിന്റ്, only new case including numerator, അതായത് നമ്മൾ ഇൻസിഡൻസിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ആ സമയം വരെ രോഗാവസ്ഥ ഇല്ല അല്ലെ, അതിനുശേഷമാണ് രോഗാവസ്ഥയിലേക്ക് ഇൻസിഡൻസ് വരുന്നത്. അപ്പൊ അവിടെ എന്താണ്, പുതിയ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, അവിടെ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ, ആ ഒരു സ്റ്റാർട്ടിങ് അവിടെ നിന്നേ തുടങ്ങുന്നുള്ളൂ. പക്ഷെ നേരത്തെ കൂട്ടി ഉള്ള കാര്യങ്ങളെ പറ്റി ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. only new case included in a numerator, പണ്ട് സംഭവിച്ചിട്ടുള്ളത്, പക്ഷെ ചിലപ്പോൾ ഇതിക്ക് മുമ്പും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, അതൊന്നും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. പുതിയതായിട്ട് പുതിയ ഇൻസിഡൻസ് വരുമ്പോൾ ഒരു പുതിയ കേസ് റിപ്പോർട്ട് ചെയ്യുന്നു, അത് ന്യൂമറേറ്ററായിട്ട് പരിഗണിക്കുന്നു. അങ്ങനെ പിന്നെ സംഭവിക്കാൻ വരുന്നവരൊക്കെ ഡിനോമിനേറ്ററായിട്ട് സംഭവിച്ചിട്ടാണ് ഈ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഞാനൊരു പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയണമെന്നേ ഉള്ളൂ, ഈ എക്സാമ്പിൾ തന്നെ ഫേവറബിൾ ആണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഇത് ഇങ്ങനെയാ പഠിപ്പിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ എക്സാം അങ്ങനെ എടുത്തത്. കാരണം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയാൽ നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിപ്പെടട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.
ഓക്കെ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കേസുകളിലാണെങ്കിലും അങ്ങനെ തന്നെ കൊണ്ടുവരാം. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണെങ്കിൽ എനിക്കിഷ്ടം പ്രോബ്ലംസ് പഠിപ്പിക്കാനാണ്. കാരണം പ്രോബ്ലംസ് ആ മാറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമാണ്. അല്ലെ, നമ്മുടെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതുമായി മാറ്റേഴ്സ് എന്തെങ്കിലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റിലേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ എളുപ്പം. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പഠിച്ച എത്തിക്കലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ റൂൾസ് അതെന്തോ അതങ്ങനെ തന്നെ നിങ്ങൾക്ക് വിവരിച്ച് തരേണ്ടതായിട്ട് വരും. റെസ്പോൺസിബിലിറ്റീസിലും കുറച്ച് കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എടുക്കാനായിട്ട് സാധിക്കും. നോക്കാം. ഓക്കെ, താങ്ക് യു.